പ്രിയംവദ. 4-ാം ദിവസം പ്രഭാതത്തിൽ ഭോജരാജാവ് മന്ത്രിപ്രവരനായ ചന്ദ്രസേനനോടൊത്ത് വീണ്ടും സിംഹാസനാരോഹണത്തിന് ഒരുമ്പെട്ടു. 3 പടികൾ കയറി 4-ാമത്തേതിൽ കാലെടുത്തു വെച്ചപ്പോൾ പ്രിയംവദ എന്ന സാലഭഞ്ജിക അദ്ദേഹത്തെ തടുത്തു. ഭോജന്റെ അപേക്ഷയനുസരിച്ച് അവൾ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഭരണകാലത്തുണ്ടായ ഒരു അത്ഭുത പ്രവൃത്തിയെപ്പറ്റി പറയാൻ തുടങ്ങി. വിക്രമാദിത്യൻ കാടാറു മാസത്തെ സഞ്ചാരത്തിനായി പുറപ്പെട്ടപ്പോൾ കൂടെ ഭട്ടിയും വേതാളവും ഉണ്ടായിരുന്നു. അവർ ഒരു ശുദ്ധജല തടാകത്തിലിറങ്ങി സ്നാനം ചെയ്ത് ക്ഷീണം തീർക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെമ്പകപ്പൂവിന്റെ ഹൃദയഹാരിയായ പരിമളം അലയടിച്ചു വന്നു. പരിസരത്തൊന്നും ചെമ്പകമരം ഉണ്ടായിരുന്നില്ല. അയൽപ്രദേശങ്ങളിൽ എത്ര തന്നെ തിരഞ്ഞിട്ടും പരിമളം ഉയർന്നത് എവിടെ നിന്നാണെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വഴി വന്ന ഒരു സംഘം യാത്രക്കാരോട് ആരാഞ്ഞപ്പോൾ അവർ മറുപടി പറഞ്ഞു, അടുത്തുള്ള വിജയനഗരത്തിലെ രാജാവിന് ചെമ്പകഗന്ധി എന്നു പേരായ വിശ്വമോഹിനിയായ ഒരു മകളുണ്ട്. ജനിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരം ചെമ്പകപ്പൂ വാസനയോട് കൂടിയതായിരുന്നു. അവൾ പുരുഷന്മാരെ കാണുകയില്ല എന്നൊരു വ്രതമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവൾ ഈ തടാകത്തിൽ വന്ന് തോഴിമാരോടുകൂടി കുളിക്കാറുണ്ട്. തത്സമയത്ത് പുരുഷന്മാരാരും ഈ വഴിയിൽ കൂടി നടന്നുകൂടാ എന്നാണ് രാജാവിൻ്റെ ശാസനം. നാളെയാണ് അവൾ നീരാട്ടിന് വരേണ്ട ദിവസം. അത്രയും വസ്തുതകൾ വിശദമാക്കിയിട്ട് വഴിയാത്രക്കാർ പിരിഞ്ഞുപോയി. ചെമ്പകഗന്ധിയെ കൈവശമാക്കുവാൻ രാജാവ് നിശ്ചയിച്ചു. ഭട്ടിയുടെ സഹകരണത്തോടെ അദ്ദേഹം അതിനുള്ള പദ്ധതികളും തയ്യാറാക്കി. അടുത്ത നാൾ ചെമ്പകഗന്ധിയും 1000 തോഴിമാരും കൂടി തടാകക്കരയിൽ വന്നെത്തി. അവളുടെ അസാധാരണമായ സൗന്ദര്യധോരണി ആസ്വദിച്ചുകൊണ്ട് വിക്രമാദിത്യൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ അവിടെ മറഞ്ഞിരുന്നു. ഭട്ടിയാകട്ടെ സ്ത്രീ വേഷത്തിൽ രാജകുമാരിയുടെ തോഴി വൃന്ദത്തിൽ ചേരുകയാണ് ചെയ്തത്. ഭട്ടി അവളോടൊപ്പം രാജകൊട്ടാരം വരെ ചെല്ലുകയും മടങ്ങി വന്ന് രാജകുമാരിയുടെ വിവരങ്ങൾ അറിയുവാൻ ഉജ്ജയിനിയിൽ ചെന്ന് ഭദ്രാദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ അവിടേക്ക് നടക്കുകയും ചെയ്തു. വഴിക്ക് യാത്രാക്ഷീണം തീർക്കാൻ ഒരു ആലിൻ ചുവട്ടിൽ ചെന്നു കിടന്നു. അന്നേരം അതിലെ വന്ന ഒരു മഹർഷി കിടന്നുറങ്ങുന്നയാളെ കണ്ടാൽ തൻ്റെ ഭാര്യ മോഹിതയായി തീരുമെന്ന് വിചാരിച്ച് ഭട്ടിയെ ഒരു മൂലികയുടെ സഹായത്താൽ സ്ത്രീയാക്കി മാറ്റി. കുറെ കഴിഞ്ഞ് മഹർഷിയുടെ പത്നി ആ വഴിയെ വന്നു. ആൽത്തറയിൽ കിടന്നുറങ്ങുന്ന ആ സ്ത്രീയെ കണ്ടാൽ തൻ്റെ ഭർത്താവ് മോഹിതയാകുമെന്ന് ശങ്കിച്ച് അവൾ മറ്റൊരു മൂലികയുടെ സഹായത്താൽ ഭട്ടിയെ പുരുഷനായി തന്നെ മാറ്റി. ഇതെല്ലാം കണ്ടും അനുഭവിച്ചും ഉറങ്ങാതെ കിടന്നിരുന്ന ഭട്ടി ദിവ്യശക്തിയുള്ള 2 മൂലികകളും എടുത്ത് വിക്രമാദിത്യന്റെ അടുത്തേക്കു നടന്നു. അദ്ദേഹം വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ് സന്തോഷിച്ചു. പിന്നെ മൂലികയുടെ സഹായത്താൽ വിക്രമാദിത്യൻ വിക്രമപ്പെണ്ണായി രൂപാന്തരപ്പെട്ടു. ഭട്ടി ശല്യരാജൻ എന്ന രാജാവിൻ്റെയും വിക്രമാദിത്യൻ രാജ്ഞിയുടെയും വേഷം ധരിച്ച് വിജയരാജ്യത്തിലെ രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു. ശല്യരാജൻ സങ്കടമുണർത്തിച്ചു. രാധാപുരത്തിലെ രാജാവായ ശല്യരാജനാണ് ഞാൻ. കൂടെയുള്ളത് എൻ്റെ പത്നിയാണ് വിക്രമപ്പെണ്ണ്. ഇവൾ വിക്രമാദിത്യന്റെ സഹോദരിയാണ്. കുറെ കാലമായി ക്ഷാമം കാരണം ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം കോപിച്ചിരിക്കുന്നു. 1000 വരാഹൻ തന്ന് എന്നെ സഹായിക്കണം. എൻ്റെ പത്നി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇവൾ അങ്ങേക്കുള്ള പണയ വസ്തുവാണ്. രാജാവിന് അനുകമ്പ തോന്നി. ഉടൻ ആവശ്യമുള്ളത്ര പണം കൊടുത്ത് ശല്യരാജനെ പറഞ്ഞു വിടുകയും വിക്രമപ്പെണ്ണിനെ ചെമ്പകഗന്ധിയോടുകൂടി താമസിപ്പിക്കുകയും ചെയ്തു. ചെമ്പകഗന്ധി പുരുഷന്മാരെ കാണാതിരിക്കുവാനുള്ള കാരണമറിയണമല്ലോ. ഇതായിരുന്നു ഉദ്ദേശം. വിക്രമപ്പെണ്ണ് ഒരു ദിവസം കഠിനമായ ദുഃഖം അനുഭവിക്കുന്നതായി അഭിനയിച്ചു കിടന്നു. ആരോടും മിണ്ടാതെ മുഖം വാടി വിഷാദമഗ്നിയായിരിക്കുന്ന അവളുടെ ശോച്യസ്ഥിതിയിൽ ചെമ്പകഗന്ധിക്ക് സഹതാപമുളവായി. സഖിയുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന പ്രശ്നം എന്താണെന്ന് പലവട്ടം ആരാഞ്ഞപ്പോൾ വിക്രമപ്പെണ്ണ് പറഞ്ഞു തുടങ്ങി. മധുരഗിരിയിലെ ചിത്രസേനൻ എന്ന രാജകുമാരനും വില്ലമൻ എന്ന വേടയുവാവും ബാല്യകാല സഖാക്കളായിരുന്നു. ചിത്രസേനൻ രാജാവായപ്പോൾ തൻ്റെ സുഹൃത്ത് തന്നെ സഹായിക്കും എന്ന് കരുതി. വില്ലമൻ ദിവസവും കൊട്ടാരത്തിലേക്ക് പോവുക പതിവായിരുന്നു. എന്നാൽ രാജാവ് അയാളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. നിരാശനായ വില്ലമൻ കാട്ടിൽ നായാട്ടിനു പോയി. അയാൾ അവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗുഹ കണ്ട് അതിലേക്ക് കടന്നു നോക്കി. അവിടെ ദേവസുന്ദരികളെ പോലും വെല്ലുന്ന അംഗകാന്തിയോടുകൂടി ഒരു യുവതിയെയും അവളുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന ഒരു മഹർഷിയെയും കണ്ടു. വില്ലമനെ കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അവൻ അവിടെ നിൽക്കരുതെന്നും മഹർഷി കണ്ടാൽ ആപത്താണെന്നും വേഗം പോയിക്കോളാനും.
ഇവൾ രാജാവിന് യോജിച്ചവളാണെന്നും വിവരം അദ്ദേഹത്തെ അറിയിച്ചാൽ തനിക്ക് ധനവും മാനവും കിട്ടുമെന്ന് വില്ലമൻ മനോഗതം കൊണ്ടു. വില്ലമൻ ഉടനടി രാജാവിന്റെ അടുക്കലെത്തി. യുവതിയെ കാണാൻ രാജാവ് വനത്തിലേക്ക് യാത്രയായി. വഴി കാണിക്കാൻ വേടയുവാവും ചെന്നുകൂടെ. യുവതിയെ കണ്ട് രാജാവ് മോഹിതനായി. അവളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചു. സ്ത്രീയുടെ മടിയിൽ നിന്ന് മഹർഷിയുടെ ശിരസ് പൊക്കി വില്ലമന്റെ മടിയിൽ വെച്ച് രാജാവ് അവളെയും കൊണ്ട് പുറത്തേക്ക് കടന്നു. തന്റെ ചങ്ങാതി ഉടനെ മടങ്ങി വന്ന് തന്നെ രക്ഷിക്കുമെന്നോർത്ത് വില്ലമൻ അവിടെ അനങ്ങാതിരുന്നു. യുവതിയെ ലഭിച്ചപ്പോൾ രാജാവ് ഗുഹയിലിരിക്കുന്ന കൂട്ടുകാരന്റെ കാര്യം മറന്നുപോയി. അയാൾ അവളെയും കൊണ്ട് നഗരത്തിലെത്തി സുഖമായി ജീവിച്ചു. മുനി കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് വില്ലമനെയാണ്. പേടിച്ചു വിറയ്ക്കുന്ന അവൻ വിവരമൊന്നും പറയുന്നുമില്ല. തന്റെ ജ്ഞാനശക്തിയാൽ നടന്ന വിവരമെല്ലാം മനസ്സിലാക്കിയ മുനിക്ക് വില്ലമനെ ഇഷ്ടമായി. അവനോട് മുനി പറഞ്ഞു, ഹേ യുവാവേ, പരമാർത്ഥമെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത്. നിന്റെ കഥകളെല്ലാം തുറന്നു പറയൂ, ഞാൻ ഉപദ്രവിക്കില്ല. അത് കേട്ട് ശ്വാസം നേരെ വീണപ്പോൾ വില്ലമൻ തനിക്ക് പറ്റിയ അമളിയെപ്പറ്റി മുനിയോട് പറഞ്ഞു. രാജാവിന്റെ കൊടും വഞ്ചന അറിഞ്ഞപ്പോൾ മുനിക്ക് വല്ലാത്ത അമർഷം തോന്നി. അദ്ദേഹം വില്ലമനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞു. രാജശേഖരൻ എന്ന രാജകുമാരനും വീരപാലൻ എന്ന മന്ത്രികുമാരനും ബാല്യകാല മിത്രങ്ങളായിരുന്നു. യൗവനമായിട്ടും അവർ പിരിയാതെ താമസിച്ചു പോന്നു. തക്ക കാലത്ത് ഇരുവരും വിവാഹിതരായി. പത്നിമാർ അവരവരുടെ വീടുകളിലായിരുന്നു. ഒരു ദിവസം 2 കുമാരന്മാരും കൂടി പത്നിമാരെ കൂട്ടിക്കൊണ്ടുവരാനായി പുറപ്പെട്ടു. ആദ്യം രാജകുമാരന്റെ പത്നിയുടെ നാട്ടിലേക്കാണ് രണ്ടുപേരും പോയത്. വഴിയിൽ വെച്ച് ഒരു കിളി പറഞ്ഞു, മുമ്പേ പോകുന്നവൻ മരിക്കും. മന്ത്രികുമാരൻ ഇത് മനസ്സിലാക്കി. മുമ്പിൽ നടന്നിരുന്നത് രാജകുമാരനായിരുന്നു. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി വീരപാലൻ മുന്നിൽ കയറി നടന്നു. അപ്പോൾ ആ കിളി വീണ്ടും പറഞ്ഞു, പിൻപേ പോകുന്നവൻ മരിക്കും. രാജകുമാരൻ തീർച്ചയായും മരിക്കുമെന്നും അത് തടയാൻ ശ്രമിക്കണമെന്നും കരുതി മന്ത്രികുമാരൻ പിറകെ നടന്നു. രാജകുമാരൻ ഇതൊന്നും അറിഞ്ഞില്ല. ഉദ്ദിഷ്ട സ്ഥലത്തെത്തിയപ്പോൾ ശ്വശുരനും പരിവാരങ്ങളും രാജകുമാരനെയും കൂട്ടുകാരനെയും സ്വീകരിച്ച് രാജധാനിയിലേക്ക് ആനയിച്ചു. രാജകുമാരൻ രാത്രിയായപ്പോൾ മണിയറയിലേക്ക് പോയി. അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നും അത് തടയണമെന്നും കരുതി അവിടെ ചെന്ന് വീരപാലൻ ഒളിച്ചിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാജകുമാരി അണിഞ്ഞൊരുങ്ങി മദാലസിയായി ഒരു തട്ടത്തിൽ മധുരപലഹാരങ്ങളുമായി ഏന്തി അവിടെ എത്തി. രാജകുമാരൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ കുറേ പലഹാരങ്ങളും എടുത്ത് പുറത്തേക്കിറങ്ങി. മന്ത്രികുമാരൻ രഹസ്യമായി അവളെ പിന്തുടർന്നു. അവൾ ചെന്നു കയറിയത് ഒരു മുടന്തന്റെ വീട്ടിലായിരുന്നു. രാജകുമാരി മുടന്തനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, എന്നെ കൊണ്ടുപോകാനായി ഭർത്താവ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങാൻ കാത്തിരുന്നത് കൊണ്ടാണ് വരാൻ വൈകിയത്. ഒരു ഞെട്ടലോടെ മുടന്തന്റെ മറുപടി വന്നു, നീ വിവാഹിതയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പരസ്ത്രീയെ തൊടുന്നത് പാപമാണ്. നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം. അങ്ങയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ്, അവൾ പറഞ്ഞു. അപ്പോൾ മുടന്തൻ പറഞ്ഞു, നിനക്ക് എന്നോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ഞാൻ തരുന്ന വാൾ കൊണ്ട് ഭർത്താവിനെ കൊന്നുകളയണം. ഇതാ വാൾ. രാജകുമാരി അത് സമ്മതിച്ച് രാജകൊട്ടാരത്തിലേക്ക് നടന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ടിരുന്ന മന്ത്രികുമാരനും അവളെ പിന്തുടർന്നു. അവൾ നേരെ ചെന്ന് രാജകുമാരനെ കൊന്നുകളഞ്ഞു. ഇത് കണ്ട് മന്ത്രികുമാരൻ ഓടിയെത്തി കോപത്തോടെ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒട്ടേറെ അധിക്ഷേപിച്ചു. തന്റെ കുറ്റം വേറൊരാൾ കണ്ടുപോയല്ലോ, ഇനി എന്ത് രക്ഷ? പെട്ടെന്ന് രാജകുമാരിയുടെ ഭാവം മാറി. രക്ഷപ്പെടാനുള്ള മാർഗം മനസ്സിലേക്ക് ഓടിയെത്തി. ഉടനടി മാറത്തടിച്ച് വാവിട്ടു കരഞ്ഞുകൊണ്ട് അവൾ വിളിച്ചുകൂവി, അയ്യോ, ഓടിവരണേ, എന്റെ ഭർത്താവിനെ മന്ത്രികുമാരൻ കൊന്നുകളഞ്ഞേ. കാവൽക്കാർ ഓടിയെത്തിയപ്പോൾ രാജകുമാരൻ മരിച്ചു കിടക്കുന്നതും ഒരു കയ്യിൽ വാളും മറുകൈയിൽ രാജകുമാരിയും പിടിച്ചു നിൽക്കുന്ന മന്ത്രികുമാരനെയാണ് കണ്ടത്. അവർ അയാളെ പിടിച്ച് രാജാവിന് മുന്നിൽ ഹാജരാക്കി. രാജാവ് മന്ത്രികുമാരനെ തൂക്കിക്കൊല്ലുന്നതിനായി മന്ത്രിയെ ഏൽപ്പിച്ചു. മന്ത്രിക്ക് കുമാരന്റെ ധീരതയും തേജസ്സും കണ്ട് ഇയാൾ നിരപരാധിയായിരിക്കുമെന്ന് തോന്നി. മന്ത്രി ചോദിച്ചപ്പോൾ അതുവരെ നടന്നതെല്ലാം ഒന്നൊഴിയാതെ അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ വഴിയിൽ വെച്ച് പക്ഷി പറഞ്ഞതും ഒളിച്ചിരുന്നതും രാജകുമാരിക്കും ഉടന്തനുമായുള്ള ബന്ധവുമൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ മന്ത്രിയുടെ ആശ്ചര്യത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭടന്മാരോടുകൂടി മുടന്തന്റെ വീടിനരികിൽ ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ രാജകുമാരി അവിടെ വന്ന് മുടന്തനോട് സംസാരിക്കുന്നതും
രാജകുമാരനെ വകവരുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതുമെല്ലാം മന്ത്രി കണ്ടു. അദ്ദേഹം ഉടനെ ആ ഗൃഹത്തിൽ പ്രവേശിച്ച് മുടന്തനെയും രാജകുമാരിയെയും പിടിച്ചുകെട്ടി രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. രാജകുമാരിക്ക് തന്റെ കള്ളി പൊളിഞ്ഞുവെന്ന് മനസ്സിലായി. കഠിനഹൃദയയും ഭർതൃഘാതകിയുമായ സ്വന്തം പുത്രിയുടെ നേരെ രാജാവിന് വല്ലാത്ത അമർഷമുണ്ടായി. മന്ത്രികുമാരനെ തെറ്റിദ്ധരിച്ച് കൊലയ്ക്ക് വിധിച്ചതിൽ പശ്ചാത്തപിക്കുകയും പാപപരിഹാരത്തിനായി ഗംഗാ സ്നാനത്തിന് പോകുകയും ചെയ്തു. മന്ത്രികുമാരന്റെ അപേക്ഷയനുസരിച്ച് രാജകുമാരന്റെ ശവം നശിക്കാതെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. മന്ത്രികുമാരൻ അവിടെ നിന്ന് തിരിച്ച് സ്വന്തം ഭാര്യയുടെ നാട്ടിലെത്തി. തന്റെ കൂടെ ഒരു പെട്ടിയിൽ രാജകുമാരന്റെ ശവമുണ്ടായിരുന്നു. ശ്വശ്വരനും പരിവാരങ്ങളും അയാളെ എതിരേറ്റ് സൽക്കരിച്ചു. അന്നു രാത്രി അയാൾ ഏകനായി മണിയറയിൽ ശയിക്കുമ്പോൾ മന്ത്രികുമാരി സർവാലങ്കാരങ്ങളോടെ ഒരു കയ്യിൽ പലഹാരത്താമ്പാളവുമായി മുറിയിൽ പ്രവേശിച്ചു. ഭർത്താവ് ഉറങ്ങിയെന്നാണ് അവൾ കരുതിയത്. അവൾ ഒരു വാളുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്ന മന്ത്രികുമാരൻ സംശയഗ്രസ്തനായി അവളെ അനുധാവനം ചെയ്തു. അവൾ ചെന്നു കയറിയത് ഒരു ക്ഷേത്രത്തിലാണ്. ദേവി വിഗ്രഹത്തിനു മുമ്പിൽ ചെന്ന് നിന്ന് അവൾ പ്രാർത്ഥിച്ചു. ദേവി, ഭക്തവത്സലെ, എൻ്റെ ഭർത്താവ് ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. പഴയ നേർച്ചയനുസരിച്ച് എൻ്റെ ശിരസ് ബലി തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയതമന് സർവമംഗളവും ഭവിക്കട്ടെ. അവൾ വാളെടുത്ത് സ്വശിരസ് ഛേദിക്കാനൊരുങ്ങിയപ്പോൾ ദേവി പ്രത്യക്ഷപ്പെടുകയും പ്രതിജ്ഞ പാലിച്ചതിൽ സന്തോഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. മകളെ, നീ ഭർത്താവിനോട് ചേർന്ന് ചിരകാലം സുഖിച്ചു ജീവിക്കൂ, മന്ത്രികുമാരി അപേക്ഷിച്ചു. അംബികെ, എനിക്കൊരു വരം കൂടി തരണം. എൻ്റെ പ്രിയതമൻ്റെ ഉറ്റ സ്നേഹിതനായ രാജകുമാരൻ്റെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ജീവിപ്പിച്ചു തരണം. അല്ലെങ്കിൽ ദുഃഖം സഹിക്കാനാകാതെ എൻ്റെ ഭർത്താവ് മരിച്ചു കളയും. ദേവി പ്രസന്നയായി. അവൾക്ക് ഒരു ഭസ്മം കൊടുത്തു. അത് പൂശിയാൽ രാജകുമാരൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. പതിവ്രതയും സുശീലയുമായ സ്വപത്നിയെ തെറ്റിദ്ധരിച്ചതോർത്ത് മന്ത്രികുമാരൻ കുണ്ഠിതപ്പെട്ടു. അയാൾ വേഗം മടങ്ങി വന്ന് സ്വന്തം മഞ്ചത്തിൽ ശയിച്ചു. മന്ത്രികുമാരി തിരികെ എത്തി ഭർത്താവിനെ വന്ദിച്ചു. അയാൾ സ്നേഹപൂർവ്വം അവളെ പിടിച്ചാശ്ലേഷിച്ച് അടുത്തിരുത്തി പ്രേമ വായ്പയോടെ പറഞ്ഞു. പ്രിയതമേ, നീ വരാൻ വൈകിയതെന്ത്? ഞാൻ നിന്നെ കാണാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. കുമാരിയുടെ ശബ്ദമുയർന്നു. ജീവനാഥ, വരാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം. കുറെ കാലമായി അങ്ങയെ കാണാതെ ഞാൻ നീറി നീറി കഴിയുകയായിരുന്നു. സ്വൈരസല്ലാപങ്ങൾക്കിടയിൽ മന്ത്രികുമാരൻ കുറച്ചു മുമ്പ് താൻ ഒരു കിനാവ് കണ്ടെന്നറിയിച്ചു. ഒരു സ്ത്രീ ഇവിടെ നിന്നു പോയി ഭദ്രാക്ഷേത്രത്തിലെത്തി സ്വന്തം ശിരസ് ബലിയർപ്പിക്കാനൊരുങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ട് വേണ്ട വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചയച്ചു. ഇതായിരുന്നു സ്വപ്നം. മന്ത്രികുമാരി നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അവൾ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഭസ്മം പുരട്ടി രാജകുമാരനെ ജീവിപ്പിച്ചു. രാജകുമാരൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യപരതന്ത്രനായി. സ്വന്തം പത്നിയുടെ കൊടും വഞ്ചനയും ആത്മസുഹൃത്തിൻ്റെ നിസ്വാർത്ഥത സേവനങ്ങളും കേട്ടറിഞ്ഞ രാജകുമാരൻ ആ രാജ്യത്തു തന്നെ താമസിച്ചു. കഥ കഴിഞ്ഞപ്പോൾ മുനി പറഞ്ഞു, അല്ലയോ വേടയുവാവേ, ഇതാണ് യഥാർത്ഥ മിത്രങ്ങളുടെ മഹത്വം. നിന്റെ ചങ്ങാതി നിന്നെ ചതിക്കുകയാണ് ചെയ്തത്. അതിനാൽ നീ അവനെ ഇനി മേലിൽ വിശ്വസിക്കരുത്. മുനി അവന് ധാരാളം ധനം ദാനം ചെയ്ത് വീട്ടിലേക്ക് അയച്ചു. മുനി വീണ്ടും തപസ്സിന് തിരിച്ചു. കഥ അവസാനിപ്പിച്ചുകൊണ്ട് വിക്രമപ്പെണ്ണ് വിളിച്ചു പറഞ്ഞു, ഹേ ചെമ്പകവല്ലി, യഥാർത്ഥ മിത്രങ്ങൾ ഇങ്ങനെ അടുത്തു ജീവിക്കുന്നവരാണ്. നീയാണെങ്കിൽ പുരുഷന്മാരെ കാണാതെ ജീവിക്കുന്നതിൻ്റെ രഹസ്യം എന്നോട് പറയുന്നുമില്ല. നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്നതിന് തെളിവ് വേറെന്തു വേണം? ഇത് കേട്ടപ്പോൾ ചെമ്പകവല്ലി വിഷാദത്തോടെ പറഞ്ഞു തുടങ്ങി, പ്രിയ തോഴി, പുരുഷന്മാർ വഞ്ചകന്മാരാണ്. സ്ത്രീജനങ്ങളുടെ ശാരീരിക സുഷമയും അംഗഭംഗിയും നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് വിലയുണ്ടാകും. അത് കഴിഞ്ഞാൽ സ്വാർത്ഥിയായ പുരുഷൻ അവളിൽ തികച്ചും അശ്രദ്ധനാണ്. അവൾ തുടർന്നു, പണ്ട് ഒരു ആരണ്യത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രനടയിലുണ്ടായിരുന്ന മുളങ്കാട്ടിൽ ശല്യൻ എന്നും ശല്ലരി എന്നും പേരായ 2 കിളികൾ വസിച്ചിരുന്നു. ദമ്പതികളായിരുന്ന അവർ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ മുളങ്കാട് തീ പിടിച്ചിരിക്കുന്നത് കണ്ടു. തങ്ങളുടെ അരുമ സന്താനങ്ങൾ അതിനുള്ളിലാണ്. അവ ചത്തുപോയിരിക്കും. അവരില്ലാത്ത ജീവിതം തങ്ങൾക്ക് വേണ്ടെന്ന് നിശ്ചയിച്ച് കിളികൾ മുളങ്കാടിനു നേരെ പറന്ന് അഗ്നിയിൽ പതിക്കാനൊരുങ്ങി. ശല്ലരി തീയിൽ ചെന്ന് ചാടി മരിച്ചു. ശല്യനാകട്ടെ തീയോട് സമീപിച്ചപ്പോൾ അതിൻ്റെ അസഹ്യമായ ചൂട് തട്ടി പേടിച്ച് പിന്തിരിയുകയാണ് ഉണ്ടായിരുന്നത്.
ഇതറിഞ്ഞ ശല്ലരിയുടെ ആത്മാവ് പുരുഷന്മാരുടെ വഞ്ചന മൂലം താൻ അടുത്ത ജന്മത്തിലും അവരെ വിശ്വസിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. ആ ശല്ലരിയാണ് പൂർവജന്മ സ്മൃതിയോടുകൂടി ജീവിച്ചിരിക്കുന്ന ഈ ഞാൻ. പുരുഷവർഗം എന്നുമെന്നും വെറുക്കപ്പെടേണ്ടവനാണ്. ചെമ്പകവല്ലിയുടെ വ്രതത്തിനു കാരണം മനസ്സിലാക്കിയ വിക്രമപ്പെണ്ണ് മറുപടിയായി ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് അണ്ണാന്റെ രൂപത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഭട്ടി ഇന്നേക്ക് 7-ാം ദിവസം താൻ വിക്രമാദിത്യനെ കൊണ്ട് ചെമ്പകവല്ലിയെ പരിണയിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് പുറത്തു കടന്നു. അയാൾ സ്വന്തം രൂപത്തിൽ 1000 വരാഹനുമെടുത്ത് ദീർഘയാത്ര കഴിഞ്ഞു വരുന്നവനെന്ന നാട്യത്തിൽ വിജയനഗര രാജാവിനെ ചെന്നു കണ്ടു. രാജാവ് ജിജ്ഞാസാപൂർവം തിരക്കി, താങ്കൾ ഇത്ര വേഗം മടങ്ങിയെത്തിയോ? കടമെല്ലാം തീർത്തു കഴിഞ്ഞോ? ശല്യരാജന്റെ മറുപടി, ഈശ്വര സഹായത്താൽ എല്ലാം ശുഭമായി പരിണമിച്ചിരിക്കുന്നു. താങ്കളോടുള്ള കടം തീർത്ത് എൻ്റെ പത്നിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാജാവ്, അതിനെന്ത് വിരോധം? ഇപ്പോൾ തന്നെ ആകാമല്ലോ. ശല്യരാജനും വിക്രമപ്പെണ്ണും രാജകൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്ന് സ്വന്തം വേഷം ധരിച്ചു. 6 മാസം കഴിയുന്നതിനു മുമ്പ് കാര്യം നടത്തണമെന്നുണ്ടായിരുന്ന വിക്രമാദിത്യൻ ഭട്ടിയോട് ഉപദേശം ആരാഞ്ഞു. ഇരുവരും കൂടി ആലോചിച്ചു. വിക്രമാദിത്യൻ ഒരു കഴുക്കൂത്താടിയുടെയും ഭട്ടി യുവതിയുടെയും വേഷത്തിൽ രാജാവിനെ സമീപിക്കാൻ നിശ്ചയിച്ചു. ഭട്ടി നിർദ്ദേശം നൽകി, യുവതിയായ ഞാൻ അങ്ങയുടെ ശിഷ്യയായും അങ്ങ് ഗുരുവായും അഭിനയിക്കണം. ഞാൻ ഏതെങ്കിലും കഴുക്കൂത്താടി സംഘത്തിൽ ചേർന്ന് വിജയനഗരത്തിലെത്തി മഹേന്ദ്രജാലങ്ങൾ കാണിക്കാം. രാജാവ് തീർച്ചയായും അതിശയിക്കും. എൻ്റെ ഗുരുവാരെന്ന് ചോദിക്കുമ്പോൾ ഗുരു വനത്തിലിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് സ്ത്രീകളെ കണ്ടുകൂടെന്നും അതിനാലാണ് വരാതിരിക്കുന്നതെന്നും ഞാൻ മറുപടിയും പറയും. രാജാവ് വന്ന് അങ്ങ് സ്ത്രീ സംസർഗം ഇഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം ചോദിക്കുമ്പോൾ ചെമ്പകവല്ലി പറഞ്ഞ കഥ തന്നെ അല്പം വ്യത്യാസത്തോടെ പറയണം. തീയിൽ ചാടി മരിക്കുന്നത് ശല്യനാകണമെന്ന് മാത്രം. ഇങ്ങനെയായാൽ നമ്മുടെ ആശ എളുപ്പത്തിൽ സാധിക്കും. ഭട്ടിയുടെ പരിപാടി സ്വീകരിക്കപ്പെട്ടു. അയാൾ ഒരു കഴുക്കൂത്താടി പെണ്ണിന്റെ വേഷത്തിൽ രാജധാനിയിലെത്തി. രാജാവിന്റെ അനുവാദപ്രകാരം അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങി. കൂത്തു കാണാൻ ഒട്ടേറെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. മറ്റു കൂത്താടികളുടെ പ്രകടനങ്ങൾക്ക് ശേഷം ഭട്ടി അരങ്ങിലേറി. അവളുടെ അമാനുഷിക ശക്തി കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു. ഭൂമിയിലും ആകാശത്തിലും നിന്ന് അവൾ കളിക്കാൻ തുടങ്ങി. സമുദ്രവും പർവ്വതങ്ങളും ഇരച്ചു വരുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നി. ഇടിവെട്ടും മിന്നൽ പിണരുകളും പേമാരിയും സൃഷ്ടിക്കപ്പെട്ടു. ആകാശത്തിൽ വെച്ച് മഹാസമരം നടന്നു. ഗജതുര ഗരഥ പദാതി സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. രക്തപ്പുഴകൾ ഒഴുകി. ശവങ്ങൾ നിലത്തറ്റു വീണു. ഈ പ്രകടനങ്ങളെല്ലാം കണ്ട് ചെമ്പകവല്ലി തന്റെ സൗധത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് ആശ്ചര്യപരതന്ത്രനായി. കഴക്കൂത്താടി പെണ്ണിനെ അടുത്ത് വിളിച്ച് അവളെ അനുമോദിക്കുകയും ഇതെല്ലാം പഠിപ്പിച്ച ഗുരുവിനെ പറ്റി ചോദിക്കുകയും ചെയ്തു. കഴക്കൂത്താടി പെണ്ണ് പറഞ്ഞു, എൻ്റെ ഗുരുവിന് ഒരു വ്രതമുണ്ട്. അദ്ദേഹം സ്ത്രീകളെ കാണുകയില്ല. അതുകൊണ്ട് വനമധ്യത്തിൽ ഏകനായിരിക്കുകയാണ്. രാജാവ് അദ്ദേഹത്തെ കാണാൻ പരിവാര സമേതം വനത്തിലേക്കു നടന്നു. കൂടെ ചെമ്പകവല്ലിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവിനെ ചെന്ന് കണ്ട് വന്ദിക്കുകയും അദ്ദേഹത്തിന്റെ കലാപ്രകടനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ചെമ്പകവല്ലി തിരശ്ശീലയ്ക്കു പിന്നിൽ മറഞ്ഞിരുന്ന് ഗുരുവിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാജാവ് തിരക്കി, അങ്ങയുടെ അപാരമായ കഴിവുകൾ പ്രകടിപ്പിക്കാതെ എന്താണ് വനമധ്യത്തിൽ വസിക്കുന്നത്? ഗുരുവിന്റെ മറുപടി, ഞാൻ സ്ത്രീകളെ കാണുകയില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ അകന്നിരിക്കുന്നത്. രാജാവ് ആരാഞ്ഞു, സ്ത്രീകളെ വെറുക്കാൻ കാരണം എന്താണ്? ഗുരു പറഞ്ഞു, കാരണമുണ്ട്, കേട്ടോളൂ. പണ്ട് കാലത്ത് ഒരു മുളങ്കാട്ടിൽ ശല്യനെന്നും ശല്ലരിയെന്നും പേരായ 2 കിളികളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരിക്കൽ പുറത്തു പോയപ്പോൾ മുളങ്കാടിന് തീ പിടിച്ചു. അതിനിടയിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചു. ദുഃഖിതരായ ശല്യനും ശല്ലരിയും തീയിൽ പതിച്ച് ആത്മഹത്യ ചെയ്യാൻ തമ്മിൽ പറഞ്ഞൊത്ത് അവർ തീയിന് നേരെ പറന്നെത്തി. എന്നാൽ ചൂട് സഹിക്കാതെയായപ്പോൾ ശല്ലരി അകലേക്ക് പറന്നുപോയി. ശല്യൻ തീരുമാനിച്ചതുപോലെ തന്നെ തീയിൽ ചാടി മരിക്കുകയും ചെയ്തു. ഭാര്യയുടെ വഞ്ചന മനസ്സിലാക്കിയ ശല്യൻ സ്ത്രീകളെ വെറുക്കുകയും അടുത്ത ജന്മത്തിൽ സ്ത്രീകളിൽ നിന്ന് അകന്ന് ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ആ ശല്യനാണ് ഞാൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചെമ്പകവല്ലി കഥയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ ക്രുദ്ധയായി. അവൾ ഉച്ചത്തിൽ എടുത്തു ചോദിച്ചു, ആരാണ് തീയിൽ ചാടി മരിച്ചത്? ഗുരുവിന്റെ ശാന്തസ്വരം.
ശല്യൻ മരിച്ചു, ശല്ലരി പറന്നുപോയി. കള്ളം. ചെമ്പകവല്ലി ഒച്ച വെച്ചു. പച്ചക്കള്ളം. ശല്ലരിയാണ് മരിച്ചത്. അവർ തമ്മിൽ തർക്കം തുടങ്ങി. വാദപ്രതിവാദം മൂത്ത് വഴക്കായി. അത് സംഘട്ടനത്തിൽ കലാശിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന രാജാവ് വിസ്മയിച്ചുപോയി. കഴിഞ്ഞ ജന്മത്തിൽ കഴക്കൂത്താടിയും ചമ്പകവല്ലിയും ദമ്പതികളായിരുന്നുവെന്ന് അദ്ദേഹം ഊഹിച്ചു. ഈ ജന്മത്തിലും അവർ തമ്മിൽ ദമ്പതികളായിരിക്കാൻ രാജാവിന് എതിർപ്പുണ്ടായിരുന്നില്ല. ചമ്പകവല്ലിക്കും ഗുരുവിനും ഇത് സമ്മതമായിരുന്നു. ജനങ്ങൾ ഇതറിഞ്ഞ് അത്യധികം സന്തോഷിച്ചു. ശുഭമുഹൂർത്തത്തിൽ പൗരപ്രമാണികളുടെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും സാന്നിധ്യത്തിൽ ചെമ്പകവല്ലിയുടെയും ഗുരുവിൻ്റെയും വിവാഹം കെങ്കേമമായി കൊണ്ടാടപ്പെട്ടു. അവർ അവിടെ താമസിച്ചു വരവേ ഒരു ദിവസം ഭട്ടി സ്വന്തം വേഷത്തിൽ വിജയനഗര രാജധാനിയിലെത്തി. എല്ലാവരും കേൾക്കെ ഗുരുവിനെ അറിയിച്ചു. വിക്രമാദിത്യ മഹാരാജാവേ, കാടാറു മാസം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം. അപ്പോഴാണ് രാജാവിന് മകളുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ അതിശയം പറഞ്ഞറിയിക്കാവുന്നത് ആയിരുന്നില്ല. വീരാധിവീരനായ വിക്രമാദിത്യനാണ് തൻ്റെ ഭർത്താവെന്നറിഞ്ഞ് ചെമ്പകവല്ലി ആനന്ദസാഗരത്തിൽ ആറാടി. നിശ്ചിത ദിവസം തന്നെ പരിവാരസമേതം ദമ്പതികൾ ഉജ്ജയിനിയിലേക്ക് പുറപ്പെട്ടു. വിക്രമാദിത്യൻ അവിടെ പ്രതാപത്തോടെ രാജ്യഭാരം ചെയ്തു തുടങ്ങി. അത്രയും പറഞ്ഞ് സാലഭഞ്ജിക കഥ അവസാനിപ്പിക്കുന്നതോടെ ഭോജനോടൊരു സങ്കടമുണർത്തിച്ചു. ഹേ ഭോജരാജാവേ, ഞങ്ങളുടെ സ്വാമിയായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ വീരതയുടെ ഒരംശം പോലും അങ്ങേക്കുണ്ടെങ്കിൽ ഈ സിംഹാസനത്തിൽ കയറുന്നതിന് വിരോധമില്ല. സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞിരുന്നു. സന്ധ്യാവന്ദനത്തിനു വേണ്ടി ഭോജരാജാവ് പോയതോടുകൂടി അന്നത്തെ സദസ്സ് പിരിഞ്ഞു. 4-ാം നാളും അങ്ങനെ കടന്നുപോയി.